ഹായ് ഫ്രണ്ട്സ്, എന്നും നമ്മൾ ക്രാഫ്റ്റ് അല്ലേ ചെയ്യാറ്. ഇന്ന് നമുക്ക് കുറച്ച് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അൺബോക്സിങ് കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ലോങ് വീഡിയോ ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലോട്ട് പോകാം. ഇതൊക്കെ ഞാൻ മീഷോന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്കൊക്കെ നമ്മൾ ബയോയിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 ബിലോ ആണ്. നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. അപ്പോൾ അടിപൊളി പ്രൊഡക്ട്സ് ആണ്. നല്ല പേസ്റ്റൽ കളേഴ്സാണ് ഇതിൽ വരുന്നത്. നമുക്ക് ക്യൂട്ട് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഇത് നന്നായിട്ട് യൂസ്ഫുൾ ആവുമെന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മേടിച്ചത്. അടുത്തായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോഴത് ആൽക്കഹോളിക് മാർക്കേഴ്സാണ്. ഈ മാർക്കേഴ്സ് നമ്മൾ കുറേ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ മേടിച്ചൊരു മാർക്കേഴ്സാണ് കേട്ടോ. ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ അടിപൊളിയാണ്. ആദ്യം ഒരു കവറിൽ, പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറൊരു കവറിലൊക്കെയാണ് കേട്ടോ പാക്കേജൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ 10 സെറ്റാണ് മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കുറേ സെറ്റുകളുണ്ട്. 465ൻ്റെ സെറ്റ് ഉണ്ട്, 256ൻ്റെ സെറ്റ് ഉണ്ട്, 100ൻ്റെ സെറ്റ് ഉണ്ട്. അങ്ങനെ കുറേ സെറ്റുകളുണ്ട്. ഞാനിവിടെ 10 സെറ്റാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. നമുക്ക് അത്ര അധികത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, 10 ആവശ്യം മതി. ഇതിൽ നിന്ന് മാർക്കേഴ്സ് പൊളിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കീറി പൊളിച്ചൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്. ഇതിനും റേറ്റ് വരുന്നത് 200 ബിലോ ആണ്. ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഞാൻ 2 വട്ടമായി ഇത് പറയുന്നു. അപ്പോൾ മാർക്കേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല അടിപൊളി മാർക്കേഴ്സാണ്. നമ്മളൊന്ന് പേപ്പറിൽ ടച്ച് ചെയ്യുമ്പോഴേക്കും അത് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് എല്ലായിടത്തേക്കും ആവണുണ്ട്. നല്ല അടിപൊളി കളേഴ്സാണ്. ഞാൻ വിചാരിച്ചത് ഒരു കളറിൻ്റെ മുകളിൽ കൂടെ വേറെ കളറാക്കുമ്പോൾ ഇതാവുന്നതാണ്, പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി കളേഴ്സാണ്. എനിക്കിതിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതിൻ്റെ സ്മെല്ലാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്. ഓരോ കളറിൻ്റെ ബാക്കിൽ ഇതിൻ്റെ നെയിം എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിന് 2 ടിപ്സ് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ നോർമൽ സ്കെച്ച് പോലെ, പിന്നെ ബാക്കിൽ നമ്മുടെ ഹൈലൈറ്ററൊക്കെ പോലെ വരുന്നുണ്ട്. 10 കളേഴ്സാണ് കേട്ടോ ഞാൻ അവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത്. 10 കളേഴ്സ് നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള കളേഴ്സൊക്കെ തന്നെയാണ് കേട്ടോ. ഇതിൽ ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ബ്ലാക്ക് കളറില്ല കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ 10 കളേഴ്സ് എന്ന് പറയുന്നത്. ഗ്രീൻ ഉണ്ട്, ലൈറ്റ് പിങ്ക് ഉണ്ട്, ഡാർക്ക് പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്. അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. 10 ആവശ്യം നമുക്കുള്ളൂ. പിന്നെ എനിക്കിതിൽ ഈ 2 കളറ് സെയിം ആയിട്ട് വന്നു കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. ശരിക്കും ഇതിന് പകരം ബ്ലാക്കാണ് വരേണ്ടത്. ഈ 2 കളർ എനിക്ക് സെയിം ആണ് വന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 9 കളേഴ്സ് ഉള്ളൂ ഗൈസ്. അടുത്തായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണത് സ്റ്റിക്കേഴ്സാണ്. നോർമൽ സ്റ്റിക്കേഴ്സ് അല്ല, കവായി സ്റ്റിക്കേഴ്സാണ്. കവായി സ്റ്റിക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ കവായി സ്റ്റിക്കേഴ്സ്. നല്ല ക്യൂട്ട് ആൻഡ് കവായി ആയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. ഇതിൽ കുറേ ഷീറ്റ് വരുന്നുണ്ട്. നമുക്ക് 20 ഷീറ്റോളം ഇതിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ 200+ സ്റ്റിക്കേഴ്സും ഇതിൽ വരുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല അടിപൊളി ക്വാളിറ്റി സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കേഴ്സ് കുറച്ച് തിന്നാണ്, എന്നാലും അടിപൊളി സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ഇതിൽ കുറേ കളർ തീമുകൾ വരുന്നുണ്ട്. ബ്ലൂ തീം വരുന്നുണ്ട്, പർപ്പിൾ തീം വരുന്നുണ്ട്, റെഡ് തീം വരുന്നുണ്ട്, യെല്ലോ തീം വരുന്നുണ്ട്. അങ്ങനെ കുറേ തീമുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്കിതൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു തീമാണ്. ഇതിൽ ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, വയലറ്റ് ഉണ്ട്. അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. ഞാനൊക്കെ മിക്സ് ആയിട്ടാണ് കേട്ടോ കിട്ടിയത്. എനിക്ക് 20 ഷീറ്റോളം ഇല്ലെന്ന് ഞാൻ ഇവിടെ എണ്ണിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് 20 ഷീറ്റൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി സ്റ്റിക്കേഴ്സാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണത് ഗ്ലൂ ഗൺ ആണ് ഗൈസ്. ഇതല്ലാതെ വേറെ ഒരു കൊറിയറും കൂടി ഉണ്ടായിരുന്നു. അത് കറക്റ്റ് ടൈമിന് വരാത്തതുകൊണ്ട് നമ്മളത് അടുത്ത വീഡിയോയിൽ കാണിക്കട്ടെ എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ എൻ്റെ വോയിസിന് കുറച്ച് പ്രശ്നമുണ്ട്. എനിക്ക് കോൾഡാണ് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഗ്ലൂ ഗൺ മേടിക്കാനായിട്ട് ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ വേണോ വേണ്ടേന്ന് വെച്ച് അവസാനം മേടിച്ചതാണ്. ഗ്ലൂ ഗൺ ഇപ്പോൾ ഞാൻ ചെറുതാണ് മേടിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു കയ്യിൻ്റെ അത്രയ്ക്കുള്ളൂ ഗ്ലൂ ഗൺ എന്ന് പറഞ്ഞാൽ. പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ഫേസ് റിവീൽ ചെയ്യാനായിട്ട് പ്ലാനിങ് ഉണ്ട്. കാരണം 1K ആയിട്ടാണ് ഫേസ് റിവീൽ ചെയ്യുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനിയും നമ്മൾ ഫേസ് കാണിക്കാതെ ക്രാഫ്റ്റ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വെച്ചിട്ട് നമ്മൾ ഉടനെ തന്നെ ഫേസ് റിവീലും കൂടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നമ്മളത് Q&A ആയിട്ട് ചെയ്യാം. ഗ്ലൂ ഗണ്ണിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ 20 ഗ്ലൂ സ്റ്റിക്ക് വരുന്നുണ്ട്. നല്ല അടിപൊളി സെറ്റ് സാധനമാണ്. ഇപ്പം ഞാൻ ഇവിടെ ചെറുതാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ഇതിനും വലുതുണ്ട്. ഗ്ലൂ ഗൺ മേടിക്കാൻ ഇത്രയും ഡിസ്കഷൻ എടുക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ വലുതുള്ള കാര്യം അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വലുതിന് 500+ റേറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും വില കൊടുത്ത് നമ്മൾ എന്തിനാ ഈ ഗ്ലൂ മേടിക്കണതെന്ന് നല്ലൊരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മേടിക്കാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ ഈ പേപ്പർ കട്ടറിനെ പറ്റി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കുമെന്ന്. ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനി ക്ലേ കിട്ടുമ്പോൾ നമ്മളത് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. അടുത്തായിട്ട് ഞാനിവിടെ എല്ലാ കളേഴ്സും വരച്ച് നോക്കുന്നുണ്ട്. കയ്യിൽ എന്തെങ്കിലും സാധനം കിട്ടിയാൽ അത് നശിപ്പിക്കണം എന്നാണല്ലോ. അപ്പോൾ എല്ലാം വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വരച്ച് കഴിഞ്ഞപ്പോഴാണ് കുറേ കളേഴ്സിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നത്.
പേപ്പറിലൊന്ന് വെക്കുമ്പോഴേക്കും അത് നല്ല സ്മൂത്ത്ലി പോകുന്നുണ്ട്. നല്ല അടിപൊളി കളറാണ്. ഇപ്പോൾ വരച്ചിട്ടുള്ള ഈ കളർ നിങ്ങൾക്ക് ഗോൾഡൻ ആയിട്ടാണോ തോന്നുന്നത്? എനിക്ക് ഗോൾഡൻ ആയിട്ടാണ് തോന്നിയത്, പക്ഷേ അത് ഡാർക്ക് യെല്ലോയാണ്. അങ്ങനെ എല്ലാ കളേഴ്സും ഞാൻ ഇവിടെ വരച്ച് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. നമ്മൾ മേടിച്ചിട്ടുള്ള എല്ലാ സാധനത്തിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഇത്രയും ചെറിയ പ്രൈസിൽ വർത്താവുന്ന ഐറ്റംസാണ് കേട്ടോ. ആകെ കൂടെ മാർക്കേഴ്സിലൊരു പ്രശ്നമുള്ളത് ആ 2 കളർ സെയിം ആയിട്ട് വന്നതാണ്. പിന്നെ നമ്മളിത് റിട്ടേൺ അയക്കാനൊന്നും നിന്നില്ല കേട്ടോ. റിട്ടേൺ അയക്കുകയാണെങ്കിൽ പിന്നെ തിരിച്ച് വരാൻ കുറേ സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ റിട്ടേൺ ഒന്നും അയക്കാൻ നിന്നില്ല. ഇതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാ കളേഴ്സും നമ്മളോട് വരച്ച് നോക്കുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. കളേഴ്സൊക്കെ സൂപ്പർ ക്വാളിറ്റി കളേഴ്സാണ്. എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. അടിപൊളിയാണ്. അടുത്തായിട്ട് നമ്മൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റിക്കർ ഞാൻ വെറുതെ ടീസർ കൊണ്ട് ഇങ്ങനെ കീറി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. വെറുതെ ഷോ കാണിക്കാനാണ്. ഞാൻ അതും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കളർ പേപ്പേഴ്സിൽ അധികം ഒന്നും പറയാനില്ല ഗൈസ്. അടിപൊളിയാണ്. അടിപൊളി കളേഴ്സാണ്. പിന്നെ ഇതിൽ ബ്ലാക്കും ബ്രൗണും പർപ്പിളും കളേഴ്സ് വരുന്നുണ്ട്. ഒറ്റ കളർ പേപ്പർ സെറ്റിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ എല്ലാം വരച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഗ്ലൂഗൻ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഷോട്ട് നമുക്ക് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എല്ലാ സ്റ്റേഷനറീസും വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.